കേറി നോക്കടാ. ഇതല്ലടാ, ഇപ്പോഴോട്ട് മാറ്റിയടിക്കടാ. എടാ ഇപ്പോഴോട്ട് മാറ്റിയടിക്ക. ആ ഇത് തന്നെ. നീ ആ മയക്കുമരുന്ന് മടപ്പിച്ചോ, ഞാൻ വട്ടം കോരി എടുത്തോളാം. വേഗം പാടാ. എടാ വരാൻ ഓടി വാ. എടാ ഇതിനങ്ങോട്ട് വലിച്ചു കേട്ടാ പെട്ടെന്ന്. വണ്ടിയിട് എടുക്കണം. വേഗം മുതുമലയിലേക്ക് വണ്ടി വിട്ട്. നമുക്ക് പോലീസമ്മമാരോടൊന്ന് പറഞ്ഞാലോ? പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം. എന്താ എന്റെ മോളെ കാണുന്നില്ലേ അമ്മാനെ? എന്റെ കൂടെ കിടന്നിറങ്ങി എന്റെ മോളെ കാണുന്നില്ലേ അമ്മാനെ? ഉറങ്ങിക്കിടന്ന മോളെ കാണാനില്ലെന്ന്. തെരുവിൽ താമസിക്കുന്നവരല്ലേ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സാറേ, ചിലപ്പോ മദ്യപിച്ച് വഴക്ക് കൂടുന്ന കാണാം. കാണണം സാർ. വള്ളിക്കെട്ട് കേസാണ് ഇതൊക്കെ. പരാതി കൊടുക്കാം. ഉള്ളേ ആ അതൊക്കെ അല്ലേ. ഇങ്ങോട്ട് ഇറങ്ങടെ. മോനെ കേറ നിന്നെ കാണിച്ചോടോ നിന്നെ ഞാൻ അറിയില്ല. ഇവളെന്റെ പടം പത്രത്തിൽ വരുത്തും ഉറപ്പ്. അകത്ത് സി എ ഉണ്ട്, അങ്ങോട്ടേയല്ലേ. പോ. ഓക്കെ സാറേ, ചൈൽഡ് മിസ്സിംഗ് കേസാ. ശരി വനണ്ടല്ലോ. അതെയോ? സാറേ, ആ തൊലിവെളുപ്പുള്ളവടാ കൊച്ചിനെയോ കിച്ചിനെയോ ആരെ കാണാൻ. എന്റെ മോളെ കാണാനില്ല സാർ. കാണാതെ കുട്ടിക്ക് എത്ര വയസ്സായി? 12 വയസ്സ് കാണും സാർ. എന്റെ മോളെ എങ്ങനെയെങ്കിലും അന്വേഷിക്കണം സാർ. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളൊന്ന് പുറത്തിരിക്കി. സാർ, എങ്ങനെയെങ്കിലും എന്റെ മോളെ. പേടിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ചീരുവിന്റെ വീട് എവിടെ? ചീരു വീട് അങ്ക. ചീരു അല്ലേ? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്ന ആളാ. ഞാൻ പത്രത്തിൽ നിന്നാ. സാറേ, ഇന്നലെ മുതൽ ഇവർക്ക് പിരാന്താണ് സാറേ. ആ, നമസ്കാരം. ഗുഡ് മോർണിംഗ് മാഡം. ആ കിരൺ, വരൂ, ഇരിക്കൂ. കിരണിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു സെൻസേഷണൽ ന്യൂസ് തടഞ്ഞ ഭാവമാണല്ലോ. ശരണ്യ, പൊക്കോളൂ. ശരി മാഡം.
നാളേക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു മാറ്റർ തയ്യാറാക്കുകയായിരുന്നു ഞാൻ. തീരാറായോ? ഏയ് ഇല്ല കിരൺ, കുറച്ചും കൂടി ഉണ്ട്. കിരണിനെ അറിയാമല്ലോ, എനിക്ക് എൻ്റെ ആത്മനിരീക്ഷണമാണ് ഈ പത്രം. ഇതാണ് എൻ്റെ സത്യം, ഇതാണ് എൻ്റെ നാവും. ചില വഴികൾ നമുക്ക് മുന്നിൽ തുറക്കുമ്പോൾ അതെന്തിനു വേണ്ടി എന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് ചില സത്യങ്ങൾ പുറത്തു വരും. നാം അതിന് ചില നിമിത്തങ്ങൾ മാത്രം. അങ്ങനെ നിമിത്തങ്ങളാകുവാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. ഇതാണ് മാഡം എൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ പരമ്പരയിൽ വരേണ്ടത്. ചില വഴികൾ വെട്ടിത്തുറക്കാൻ ഇത് ഉപകാരപ്പെടുമെങ്കിൽ അത്രയും ആശ്വാസം. ഇതിൻ്റെ കാലൊച്ച തെരുവിലെ ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ വിരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഫീച്ചർ നാളെയുടെ വെളിച്ചമാണ്. എന്തൊക്കെയായാലും എൻ്റെ അന്വേഷണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കുന്നു എന്തോ എനിക്കെന്നെ അറിയില്ല. എന്താ സാർ? വണ്ടി നിർത്തോ, CI ആണ്. ഹലോ, ആ പത്രലേഖൻ കിരൺ തന്ന പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് ACPയുടെ മുന്നിൽ ഉടൻ സബ്മിറ്റ് ചെയ്യുവാൻ മെസ്സേജ് വന്നിരിക്കുന്നു. ഞാൻ എന്താടോ ചെയ്യേണ്ടത്? അല്ല സാർ, അത് സാർ 2 ദിവസം കൂടി എനിക്ക് തരണം. എല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം സാർ. ശരി, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഓക്കെ സാർ, ശരി സാർ. ഇതൊക്കെ ഒറിജിനൽ ആണോടാ? പിടിച്ചോ, പൊക്കോ 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 പൊക്കോ. സല്യൂട്ട് അടിക്കാൻ പാകത്തിന്. ഹലോ, എന്താടോ വണ്ടിയൊന്നും കിട്ടിയില്ലേ? സാറ് SI പ്രൊമോഷനായിട്ട് ചെലവൊന്നും ചെയ്തില്ല. അതൊക്കെ ചെയ്യാടോ സാറിന്റെ അടുത്തേക്ക്. എടോ, ഇത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രധാന പ്രതിയുടെ രേഖാചിത്രമാണ്. നോക്കട്ടെ സാർ. കിരൺലാൽ തന്നുവിട്ടതാണ്. ഓ, ആളെ കണ്ടിട്ട് ഒരു ഭീകരവാദിനെ ഉണ്ടല്ലോ. ആദ്യം ആളെ കേട്ടിട്ടെ, അത് കഴിഞ്ഞിട്ട് വേണല്ലോ ഭീകരനാണോ എന്ന് ചിന്തിക്കാൻ. താനൊരു കോപ്പി വെച്ചോ, തനിക്കല്ലേ കേസിന്റെ ചാർജ്. ഓക്കെ, താൻ അത് വെച്ചോ. ഓ ശരി സാർ. സാർ, ഈ തീവ്രവാദിനെ ആണുങ്ങൾ പൊക്കിയിട്ട് വേണം എനിക്ക് കിട്ടാനുള്ള പേര് കൂടി ആ CIക്ക് കിട്ടാൻ. കേസിന്റെ അന്വേഷണം. ഇതിലിപ്പോ എന്താണോ ഒരു വഴി സാർ? വഴി? ആ വഴി എന്താ വഴി? എന്താ പറ. മേനയിലോട്ടുള്ള വഴി. അത് ശരി, മേനയിലേക്കുള്ള വഴിയാ. അതെ, നീ നേരെ ഇവിടുന്ന് വടക്കോട്ട് നടക്കാം, എന്നിട്ട് 10 അടി പുറകോട്ട് നടന്നിട്ട് നേരെ തെക്കോട്ട് നടക്കാം, എന്നിട്ട് അവിടുന്ന് ഒരു 5 അടി പുറകോട്ട് നടന്നിട്ട് നേരെ കിഴക്കോട്ട് നടന്നാ നീ നിന്നോടത്ത് തന്നെ വന്ന് നിൽക്കും. അതാണ് മേനക. പോടാ പോ. ഇങ്ങനെ സാറേ പൊതുജനങ്ങളെ സേവിക്കുന്നത്? അയ്യോ, ഞാൻ തൊഴുത് സേവിക്കാവേ. ഒരു ജനസേവകൻ നടക്കണ്. പോടാ അവിടുന്ന്. വരുവാ. എന്താ സാറേ? ഉപ്പന്റെ രേഖാചിത്രം ഇറങ്ങിയിട്ടുണ്ട്, ഉടനെ അവിടെ നിന്ന് മാറ്റിക്കോണം. വേഗം വേണം. ഞാൻ ഉടനെ മാറ്റിക്കോളാം സാർ. ഓക്കെ സാറ് പേടിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്തോളാം. ശരി ശരി സാർ. നിർത്തിക്കടോ. കിട്ടണില്ല. ACPക്ക് ഇപ്പൊ എങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പൊട്ടി പോകുമോ? വന്നേ. കുഴപ്പമായോ? എന്തുപറ്റി സാർ? എടോ, ആ പത്രക്കാരൻ കിരൺലാൽ എന്ന കേസ് ഉടൻ തീർപ്പാക്കണമെന്ന് പറഞ്ഞ് ACP വിളിച്ചേക്കണ്. അതിനിപ്പോ സാർ പ്രതികളെ കുറിച്ചൊന്നും കണ്ടെത്താൻ സ്ഥിതിക്ക്. എടോ, ഞാൻ വെറും പോലീസുകാരനായിരുന്നു. അപ്പൊ ഇതിലും വലിയ കേസുകൾ അപ്പ തീർപ്പാക്കിക്കൊണ്ടിരുന്ന ആളാ. ഇപ്പൊ SIയുടെ കുപ്പായം കിട്ടിക്കഴിഞ്ഞപ്പോ ജോലി ഭാരം ഇരട്ടിയായത് മെച്ചം. ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന ഞാൻ ആലോചിക്കണത്. ഇനിയിപ്പോ ഉടനെ എന്തെങ്കിലും ഐഡിയ കണ്ടെത്തിയേ പറ്റൂ സാർ. പിടികിട്ടി. എടോ,
കടുവയെ കടുവ തന്നെ പിടികൂടും. നോക്കിക്കോ. കടുവയെ കിടുവ പിടിക്കുന്നില്ല സാർ. ഒന്ന് പോടോടുന്നു. എടോ അതൊക്കെ വിവരമില്ലാത്ത ആരും എഴുതി വെച്ചേക്കണതാ. തനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ദേ കേട്ടോ, ഇന്നു മുതൽ കിരൺലാൽ എന്ന പത്രപ്രവർത്തകനായി ഞാൻ ജീവിക്കാൻ പോകും. ഓ, സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാറിന് ഭയങ്കര കഴിവാന്ന്. വണ്ടി അറിയോ? ഓ, സാറിന്റെ ഒരു കാര്യം. നാടോടികളെ എവിടെയെങ്കിലും ഇട്ട് ഞാൻ പോകും. എന്തായാലും ഇങ്ങനെ നടക്കണോണ്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോളൂ. ഫോട്ടോയോ? എടുത്തോളൂ. താങ്ക്സ്. എന്നെ ഇഷ്ടമായല്ലേ? സ്മൈൽ. എന്തോന്നാ? ചിരിക്കൂ. അയ്യോ, പത്രക്കാരനാ. ആണോ? മൗനം ഒന്ന് കാണിക്കൂ. പുച്ഛം, ശൃംഗാരം, ബീവത്സം. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ട്. ചേട്ടൻ എന്നെ ഇഷ്ടമാണല്ലേ? കണ്ണടയ്ക്കാമെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. വിശ്വസിക്കാവോ? വിശ്വസിക്കുമെങ്കിൽ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. എന്നെ ഇതുപോലെ പലരും പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളതാ. കണ്ണടയ്ക്കൂ. കാണിച്ചു തരൂല്ലോ. ചേട്ടന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചു. അയ്യോ ചേട്ടാ എന്നെ ഇട്ടിട്ട് പോയല്ലേ. അയ്യോ ചേട്ടാ എന്നെ ഇട്ടിട്ട് പോയല്ലേ. ചേട്ടാ ചേട്ടാ എന്നെ ഇട്ടിട്ട് പോയല്ലേ. ഭ്രാന്താണല്ലേ? അയ്യോ കള്ളൻ ഓടി വരണേ, ഓടി വരണേ, ഓടി വണ്ടി കയറോ, വണ്ടി കയറേ. അറിയില്ല. ഡോക്ടർ സാർ. എന്താ ഭൈരവ്? രേഖാചിത്രം തയ്യാറായി. നമ്മുടെ ബൊപ്പന്റെ മുഖമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. സുകുമാരൻ സാർ വിളിച്ചു പറഞ്ഞതാ. എത്രയും പെട്ടെന്ന് ബൊപ്പനെ എവിടേക്കെങ്കിലും മാറ്റണം. മുതുമലയിലേക്കോ ഉൾക്കാടുകളിൽ എവിടെയെങ്കിലും സേഫായിട്ട് കിരൺലാലിനൊരു ഷോക്ക് കൊടുക്കണം. അത് അവൻ്റെ വീട്ടുകാർക്കാവുമ്പോൾ കൂടുതൽ നോവും. ഇനി അവൻ ഇറങ്ങി കളിക്കരുത്. ഇതോടെ നിർത്തണം എല്ലാം. ഞാൻ എന്നാ ബൊപ്പനെ വേഗം വിളിക്കട്ടെ. വേഗം വേണം.